ഹായ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബാംഗ്ലൂർ സ്റ്റൈൽ രസം ഉണ്ടാക്കിയാലോ. ഇത് പെട്ടെന്ന് റെഡിയാകുന്ന രസമാണ് കേട്ടോ. ഇതിന് വേണ്ടുന്നത് നമ്മൾ മിക്സിയിലെ ജാറെടുത്തിട്ട് 2 ഉണക്കമുളക്, പിന്നെ ഒരു തക്കാളിയുടെ പകുതി തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് 10-15 കുരുമുളക്, പിന്നെ ഒരു 5-8 വെളുത്തുള്ളി, ഒരു കഷ്ണം പുളി, ഒരു പച്ചമുളക്. ഇതൊക്കെ മിക്സിയിലടിക്കുക കേട്ടോ. ഈ വെളുത്തുള്ളി ഒന്ന് ഇത് മിസ്സായിപ്പോയി, ഞാനത് പിന്നീട് ഇട്ടിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. എന്നോട് വിട്ടുപോയതാണേ. അപ്പോൾ അതതിൽ കാണുന്നില്ല. കുറച്ച് ഉപ്പും കൂടി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ചട്ടിയിൽ കുറച്ച് നമുക്ക് എണ്ണ ചൂടാക്കി, ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് നമുക്ക് കുറച്ച് 2 ഉണക്കമുളകും, പിന്നെ ഒരു കറിവേപ്പിലയും, കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ ആ പകുതി അരച്ച ബാക്കി പകുതി തക്കാളിയില്ലേ അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് നമ്മുടെ ഇത് കായപ്പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. ഈ കായപ്പൊടി അല്ലെങ്കിൽ കായം കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അരിച്ചെടുത്തിട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പം ഇത് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. പുതിയ ചാനലാണ്, കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇവിടുത്തെ ഇവിടെ എല്ലാ സദ്യക്കും എല്ലാം ഇവിടെ ഉണ്ടാകുന്ന ഒരു രസമാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് രസമാണ്, പെട്ടെന്ന് റെഡിയാക്കാം നമുക്ക് കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേറൊരു ഉടുപ്പി രസവുമായിട്ട് പിന്നെ കാണാമെന്ന് ഞാനത് ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. നല്ലൊരു രസമാണ് ഉടുപ്പി രസം, അതും കൂടി കാണാം. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.